സംസ്ഥാനത്തെ 3.4 കോടി ജനങ്ങൾക്ക് ഒരു ദിവസം 85 ലക്ഷം ലിറ്റർ പാല് ആവശ്യമെന്നാണ് കണക്ക്. എന്നാൽ ആഭ്യന്തര ഉൽപാദനം പ്രതിദിനം 6 ലക്ഷം ലിറ്റർ മാത്രമാണ്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന പാലളവ് കൂട്ടിയാൽ പോലും പാലിന്റെ ഉപഭോഗത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത മലയാളിക്ക് ഇത് തികഞ്ഞു പറ്റുന്നില്ല. പക്ഷേ സംസ്ഥാനത്തുടനീളമുള്ള ക്ഷീരോത്പാദക സഹകരണ സംഘങ്ങളുടെ കാര്യക്ഷമമായ പ്രവർത്തനം ഇക്കാര്യത്തിൽ ഏറെ സഹായകരമാകുന്നു എന്നതും ശ്രദ്ധേയമാണ്. ക്ഷീരോത്പാദനത്തിലും സംഭരണത്തിലും വിതരണത്തിലും സഹകരണ സംഘങ്ങൾ ചെലുത്തുന്ന പ്രാധാന്യം മൂലം സംസ്ഥാനത്തെ ഒട്ടേറെ ക്ഷീര കർഷകർക്ക് മെച്ചപ്പെട്ട വരുമാനവും തരമാകുന്നു. ഈ ശ്രേണിയിൽ മികച്ച സേവനം കാഴ്ചവെക്കുകയാണ് കോട്ടയം ജില്ലയിലെ കോട്ടമുറി ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്ന ക്ഷീരോത്പാദക സഹകരണ സംഘം. ഏതാണ്ട് 28 വർഷത്തെ സേവന ചരിത്രമാണ് ഈ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിനുള്ളത്. ക്ഷീര കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 400ഓളം ആളുകൾ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും 75ഓളം ആളുകളാണ് ഇവിടെ പാല് സ്ഥിരമായി കൊണ്ടുവരികയും ഇവിടെ കൊടുക്കാനായിട്ട് തയ്യാറായിട്ടുള്ളത്. ക്ഷീരമേഖലയിൽ നിന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ പാവപ്പെട്ട ക്ഷീര കർഷകർക്ക് ഗവൺമെൻറ് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ വളരെ പരിമിതമാണ്. ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വെളുപ്പിനും കാലത്തും എല്ലാം എഴുന്നേറ്റ് പശുവിനെ കറക്കുകയും ആ പാല് എത്രയും നേരത്തെ ഇതുപോലുള്ള സംഘങ്ങളിൽ എത്തിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിലുണ്ടാകുന്ന അവരുടെ പ്രയത്നങ്ങൾ, അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അതനുസരിച്ചുള്ളൊരു ലാഭം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗുണം അവർക്ക് ലഭിക്കുന്നില്ലെന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. പരമാവധി സഹായം ഈ സംഘത്തിനും ഇവിടുത്തെ കൃഷിക്കാർക്കും ചെയ്തു കൊടുക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് പഞ്ചായത്ത് ഭരണസമിതി. 400ഓളം ക്ഷീര കർഷകരാണ് ഈ സഹകരണ സംഘത്തിൽ അംഗങ്ങളായുള്ളത്. പ്രതിദിനം 1000-ലേറെ ലിറ്റർ പാൽ സംഘത്തിന്റെ മിൽക്ക് ബൂത്തിലേക്ക് എത്തുന്നു. പ്രതിദിനം 1000 ലിറ്റർ ശരാശരി പാൽ സംഭരിക്കുന്ന മാടപ്പള്ളി ബ്ലോക്കിലെ ഏറ്റവും വലിയ സൊസൈറ്റിയാണ് കോട്ടമുറി ക്ഷീര സംഘം. പാൽ സംഭരണം 1000 ലിറ്ററിന് മേളിലായിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മാടപ്പള്ളി ബ്ലോക്കിലെ നമ്പർ 1 ആണ്. തുടർച്ചയായിട്ട് 4 തവണ ക്ഷീരോത്സവത്തിന് നമുക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ പാൽ സംഭരിച്ച് സൊസൈറ്റിക്കുള്ള അവാർഡ് നേടിയത്. ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ കൊടുക്കുന്നത് കർഷകരുടെ കന്നുകുട്ടി പരിപാലനം പഞ്ചായത്തുമായിട്ട് ഏകോപിപ്പിച്ചുകൊണ്ട് അത് വളരെ ഭംഗത്തായിട്ട് നമ്മൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ കന്നുകാലികളെ വാങ്ങിക്കാനായിട്ട് ബ്ലോക്കിൽ നിന്നുള്ളൊരു സ്കീം ഉണ്ടായിരുന്നു. കന്നുകുട്ടി അതും നമ്മൾ നടത്തി കൊടുക്കുകയുണ്ടായി. പിന്നെ കർഷകർ അളക്കുന്ന പാലിനനുസരിച്ച് അവർക്ക് ശരാശരി 40 രൂപ നമ്മുടെ ലോക്കൽ സെയിലെങ്കിലും 35 രൂപ ശരാശരി എല്ലാ കർഷകർക്കും കൊടുക്കുന്നുണ്ട്. ബോണസ് കൃത്യമായി വിനിയോഗിക്കുന്നുണ്ട്. സംഘം ഇപ്പോൾ തന്നെ കഴിഞ്ഞ 3 സാമ്പത്തിക വർഷത്തെ അടിസ്ഥാനമാക്കി വൻ ലാഭത്തിലാണ്. സംശുദ്ധമായ പാലിന്റെ സംഭരണത്തിലും അതിന്റെ വിതരണത്തിലും സംഘം പ്രത്യേകം ശ്രദ്ധ വയ്ക്കുന്നു. ലോക ക്ഷീരദിനാഘോഷങ്ങളുടെ ഭാഗമായി 2016 ജൂൺ 1 കോട്ടമുറി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പാൽമധുരം പങ്കുവച്ച് തൃക്കൊടിത്താനം ഗ്രാമപഞ്ചായത്തിലെ ക്ഷീര കർഷകർ പരസ്പരം കൈമാറിയ ഹൃദയാഹ്ലാദം ഒരു സാമൂഹിക വികസനത്തിന്റെ പരിച്ഛേദം തന്നെയായിരുന്നു. ഒരു വാർഡില് 10 വീടിന് ഒരു പശുവിനെ കൊടുത്താൽ അതിൽ നിന്നും കിട്ടുന്ന ചാണകം 10 വീട്ടിലെ കൃഷിക്കാർക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെ ഒരു ഗുണമുണ്ടാകും. പാലും ഈ വെളിയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമൊക്കെ വരുന്ന ആ പാലിൻ്റെ ഒരു അളവ് ആ വീടുകളിൽ കുറച്ചുകൊണ്ട് ആ ഗ്രാമത്തെ പുനരുദ്ധരിച്ചുകൊണ്ട് അങ്ങനെ ഒരു പഞ്ചായത്തിൻ്റെ തലത്തിൽ നടത്തിക്കൊണ്ട് അവർക്ക് വേണ്ടിയ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരു ആനുകൂല്യം വന്നാൽ അങ്ങനെ ചെയ്തു കൊടുത്തുകൊണ്ട് നമ്മുടെ വീടുകളിൽ വിഷരഹിതമായ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുകയും പാല് അവരവരുടെ ആവശ്യത്തിന് ആ കുടുംബാംഗങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി എങ്കിലുമുള്ള പാല് ഉപയോഗിക്കാൻ കിട്ടും എന്നുള്ളൊരു വിശ്വാസവും ഉണ്ട്. ഒരു പശുവിനെയാണ് വളർത്തി ഞാൻ യൂസ് വന്നത്. പിന്നീട് എനിക്ക് അതുകൊണ്ട് മുന്നോട്ടുള്ള ഇത് വന്നപ്പോൾ ഞാൻ 3 പശുവിനെ വളർത്താൻ. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ എനിക്ക് വയ്യാതെ വന്നപ്പോൾ 2 പശുവെങ്കിലും വളരാനുള്ള ആഗ്രഹങ്ങൾ എനിക്കുണ്ടായി, വളർത്തുന്നുണ്ടായി. ഈ സൊസൈറ്റി കൊടുക്കുന്നതിൻ്റെ ഗുണം ഒരുപാട് ഗുണങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എത്ര ഗുണമെന്ന് ചോദിച്ചാൽ എൻ്റെ വീട്ടിന് ഉയർച്ച ഉണ്ടാക്കി. എൻ്റെ 2 പെൺപിള്ളേരെ കെട്ടിക്കാനായിട്ട് ഞാൻ ഇതിൽ നിന്നൊക്കെ വീഴ്ച കെട്ടിച്ചു വിട്ടു. ഇതുൾക്കൊണ്ട് കോട്ടമുറി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ സാരഥിയും
ഒപ്പം സംഘത്തിലേക്ക് ഏറ്റവും കൂടുതൽ പാലളക്കുന്ന ക്ഷീര കർഷകരിൽ ഒരാളുമായ കോട്ടമുറി കൊച്ചുമുറ്റത്തിൽ MC ഫിലിപ്പിന്റെ വീട്ടിലേക്ക് നമുക്ക് കടന്നില്ല. പരമ്പരാഗതമായി കാർഷിക വൃത്തി ജീവിതത്തിന്റെ ഭാഗമാക്കിയ ഒരു കുടുംബമായിരുന്നു MC ഫിലിപ്പിന്റേത്. ജീവിതവൃത്തിക്കായി MC ഫിലിപ്പിനെ കാലം നിയോഗിച്ചത് വായുസേനയിലേക്കായിരുന്നു. എയർഫോഴ്സിൽ നിന്നും ഉന്നത ഓഫീസറായി വിരമിച്ച MC ഫിലിപ്പ് എന്ന സൈനികൻ സ്വന്തം ഗ്രാമത്തിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ അദ്ദേഹത്തെ സ്വീകരിച്ചത് കാർഷിക പാരമ്പര്യത്തിന്റെ നടുമുറ്റമായിരുന്നു. പഴയ പാരമ്പര്യത്തിന്റെ കണക്കിൽ ഒരു തൊഴുത്ത്, ഒരു പശു, പിന്നീട് 5 പശുക്കൾ. സംസ്ഥാന സർക്കാരിന്റെ ക്ഷീര കാർഷിക പദ്ധതിയിൽ MC ഫിലിപ്പ് സജീവ അംഗത്വം ഏകുകയായിരുന്നു. പാരമ്പര്യത്തിന്റെ ഓടുമിന് തൊഴുത്ത് നിലനിർത്തുന്നുണ്ടെങ്കിലും ആധുനിക പശുപാലനത്തിന്റെ ഗതിവിഗതികൾ കൈയാളാൻ MC ഫിലിപ്പ് എന്ന ഈ വിമുക്ത ഭടൻ ഒട്ടും മടിച്ചില്ല. അതിന് താങ്ങായും തണലായും ഭാര്യ ശാന്തമ്മയും MC ഫിലിപ്പിന്റെ കൂടെയുണ്ടായിരുന്നു. കാർഷിക വൃത്തിയായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മുഖ്യ വരുമാന മാർഗം. പക്ഷെ ഞാൻ അതിൽ നിന്നും എയർഫോഴ്സിൽ പോയി. എയർഫോഴ്സിൽ നിന്ന് 23.5 വർഷത്തെ സർവീസ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്ന് ഞാൻ എൻ്റെ കൃഷിക്ക് പശു ആവശ്യമാണെന്നുള്ള തോന്നലുകൊണ്ട് പശു വളർത്തലിലേക്ക് ഞാൻ തിരിഞ്ഞു. ആദ്യം ഒരു പശുവായിട്ട് ഞാൻ തുടങ്ങി. അത് കൂട്ടി 5, 6 വരെ എത്തി. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു തോന്നൽ വന്നു, ഒരു ഫാം തുടങ്ങിയാൽ എന്താണെന്നുള്ള ഒരു തീരുമാനമെടുത്തു. അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ 5 പശുവിൻ്റെ ഒരു യൂണിറ്റ് മാടപ്പള്ളി ബ്ലോക്കിൽ നിന്ന് ക്ഷീരവികസന വകുപ്പിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടി. അതിൻ്റെ കൂടെ 5 പശുവിൻ്റെ കൂടെ കൂട്ടി 10 പശുവിൻ്റെ ഒരു യൂണിറ്റാണ് ഇവിടെ ആദ്യം തുടങ്ങിയത്. അവിടെ നിന്ന് ഇച്ചിരൂടെ വലിപ്പപ്പെടുത്തിയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് 17 പശുക്കളുണ്ട്, 8 കിടാക്കളുമുണ്ട്. വീടിനോട് ചേർന്ന് 2 തൊഴുത്തുകളാണ് MC ഫിലിപ്പിനുള്ളത്. ഇതിലെ പ്രധാന തൊഴുത്ത് ആധുനിക സാങ്കേതിക സംവിധാനത്തോടെയുള്ളതാണ്. ഇതിൽ ഈ സൈനികന് ഏറ്റവും കൂടുതൽ ഉപദേശവും നിർമ്മാണ വൈദഗ്ധ്യവും നൽകിയത് സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പും സംസ്ഥാന ക്ഷീരവികസന വകുപ്പുമായിരുന്നു. ഒൻപത് അടി നീളവും 5 അടി വീതിയും ഒരു പശുവിന് നൽകിക്കൊണ്ടുള്ള നിർമ്മാണ ഘടനയാണ് MC ഫിലിപ്പിന്റെ തൊഴുത്തുള്ളത്. ഉൽപാദനശേഷിയാർന്ന ജേഴ്സി, HF എന്നീ ഇനത്തിൽപ്പെട്ട പശുക്കളെയാണ് MC ഫിലിപ്പ് പരിപാലിക്കുന്നത്. ചെനയുള്ള പശുക്കൾക്കും കിടാരികൾക്കും പ്രധാന തൊഴുത്തിൽ നിന്ന് മാറിയുള്ള പ്രത്യേക സജ്ജീകരണമാണുള്ളത്. ചൂട് കാലത്ത് നമ്മൾ സഫിഷ്യൻ്റ് വെള്ളം പശുക്കൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം 3 പ്രാവശ്യം ഞങ്ങൾ പശുക്കളെ നനയ്ക്കുന്നുണ്ട്. പിന്നെ പകല് കൂടുതൽ സമയവും ഞങ്ങൾ തണലത്താണ് ഈ ചൂടുകാലത്ത് കെട്ടിയത്. കാരണം ഇത്തവണ ചൂട് കൂടുതലായിരുന്നു, പശുക്കൾക്ക് പാലും കുറവ് വന്നു. അപ്പം പശുക്കൾ അണയ്ക്കാതിരിക്കാൻ വേണ്ടി റബ്ബർ തോട്ടത്തിനകത്ത് തണലിലുള്ളിടത്തിൽ ഒരു 2-3 മണി വരെ അവിടെ പശുക്കളെ കിട്ടുമായിരുന്നു. കറക്കാനുള്ള പശുക്കളെ മാത്രമേ അകത്തോട്ട് കറത്തുള്ളൂ. 5 മാസം ചെനയായി കഴിയുമ്പോഴത്തേന് നമ്മൾ ഉച്ചക്കത്തെ കറവയെ അങ്ങ് വിടും. പിന്നെ 2 മാസം ഉച്ചക്കറവയില്ല, രാവിലെ ഒരു നേരം കറക്കത്തുള്ളൂ. 7-ാം മാസം നമ്മൾ ഫുള്ളി കറവ വിടും. ആ സമയത്ത് ആ പശുക്കളെ വേറെ അങ്ങ് മാറ്റും. പ്രഭാതത്തിൽ 3 മണിക്ക് MC ഫിലിപ്പിന്റെ തൊഴുത്തുണരുന്നു. തൊഴുത്ത് ശുചി ചെയ്ത് ആദ്യ കറവ ആരംഭിക്കുന്നു. കൈകറവയിലൂടെ പാലിന്റെ സമൃദ്ധി കൈക്കൊള്ളാനാകുമെന്നാണ് ഈ ക്ഷീര കർഷകന്റെ അനുഭവസാക്ഷ്യം. കറവയ്ക്ക് ശേഷം പശുക്കൾക്ക് ഖരാഹാരം നൽകുന്നു. വിപണിയിൽ നിന്നും ലഭിക്കുന്ന കാലിത്തീറ്റയോടൊപ്പം വിവിധ ധാന്യപ്പൊടികൾ കലർത്തിയ മിശ്രിതവും പശുക്കൾക്ക് കൊടുക്കുന്നു.
തുടർന്ന് നാല് കലർന്ന ആഹാരമായ തീറ്റപ്പുല്ലിന്റെ ഊഴമാണ്. CO3 ഇനത്തിൽപ്പെട്ട തീറ്റപ്പുല്ലും നാടൻ പുല്ലുകളും വൈക്കോലുമാണ് ഈ ഇനത്തിൽ MC ഫിലിപ്പിന്റെ കാലികൾക്ക് പഥ്യം. ഒന്നര ഏക്കർ സ്ഥലത്ത് തന്റെ പശുക്കൾക്കായി CO3 ഇനത്തിൽപ്പെട്ട തീറ്റപ്പുല്ല് ഈ കർഷകൻ കൃഷി ചെയ്തു പോരുന്നു. വെള്ളം കുടിക്കാൻ സ്വയം നിയന്ത്രിത കുടിവെള്ള രീതിയും ഇവിടെ പശുക്കൾക്ക് മുൻപിൽ തയ്യാർ തന്നെ. കാറ്റും വെളിച്ചവും യഥേഷ്ടം കടന്നുവരാവുന്ന രീതിയിലാണ് MC ഫിലിപ്പ് തന്റെ തൊഴുത്ത് നിർമ്മിച്ചിട്ടുള്ളത്. പശുക്കളുടെ ജനുസനുസരിച്ചുള്ള പാരിസ്ഥിതിക സ്ഥിതി നിലനിർത്താൻ ഈ ക്ഷീരകർഷകൻ ഏറെ യത്നിച്ചു. അതുകൊണ്ട് തന്നെ ഫാനുകളും വൈദ്യുതി വെളിച്ചവും ആനുപാതികമായി ക്രമീകരിച്ചു. പശുക്കളുടെ കുളമ്പിന്റെ സുരക്ഷയ്ക്കും ശാരീരിക സുരക്ഷയ്ക്കുമായി റബ്ബർ മാറ്റുകളും തൊഴുത്തിൽ വീഴു. തൊഴുത്തിൽ നിന്നും കഴുകി ഒഴുക്കുന്ന ജലം സമീപത്തുള്ള ടാങ്കിൽ ശേഖരിക്കുകയും തുടർന്ന് അത് തീറ്റപ്പുൽ കൃഷിയിടത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. ആ 9 അടി നീളവും 5 അടി വീതിയും ഉള്ള തൊഴുത്താണ് ഞങ്ങൾ ഒരു പശുവിന് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തീറ്റ കൊടുക്കാനുള്ള അവിടെ ഒരു 2 അടിയും നമുക്ക് നടന്നു പോകാനുള്ളത് 3 അടിയും അങ്ങനെയാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. മൂത്രം പോകാനായിട്ട് മൂത്രച്ചാലുണ്ടാക്കിയിട്ടുണ്ട്. ആ ചാലിൽ കൂടി മൂത്രം നമ്മൾ ടാങ്ക് കെട്ടിയിട്ടുണ്ട്. ആ ടാങ്കിലോട്ട് മൂത്രം പോകും. നമ്മൾ പശുവിനെ കുടിപ്പിക്കുന്ന വെള്ളവും ആ ടാങ്കിലോട്ട് തന്നെയാണ് വിടുന്നത്. അപ്പോൾ അതിന് പ്രത്യേകമായിട്ട് ടാങ്ക് കെട്ടിയിട്ടുണ്ട്. അല്ലാതെ പറമ്പിലോട്ട് വേറെ ഇതായിട്ട് വിടുന്നില്ല. പിന്നെ കിടാക്കൾക്ക് കെട്ടാനായിട്ട് വേറൊരു സംവിധാനം അതിൻ്റെ പുറകിൽ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, കിടാക്കൾക്ക് വേണ്ടി മാത്രം. ഇത്രയാണ് പുതിയ തൊഴുത്തിൽ ഞങ്ങൾക്ക് സംവിധാനം. പിന്നെ വെള്ളം എപ്പോഴും സുലഭമായിട്ട് അവൈലബിൾ ആകാനായിട്ട് ഞങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട്. റൂഫിൻ്റെ ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. അപ്പം എപ്പോഴും പശുക്കൾക്ക് എയർ കയറി ഇറങ്ങാനുള്ള കൂടി എയർ കയറി ഇറങ്ങാനുള്ള സംവിധാനം ഉണ്ട്. കൂടാതെ ഫാനും ഘടിപ്പിച്ചിട്ടുണ്ട്. തൊഴുത്തിലേക്കുന്ന അതീവ ജാഗ്രത മൂലം MC ഫിലിപ്പിന്റെ കാലുകൾക്ക് രോഗബാധ നന്നേ കുറവ് എന്നത് മറ്റൊരു പ്രധാന കാര്യം തന്നെ. MC ഫിലിപ്പിന്റെ ഗോശാലയിലെ 80% വരുന്ന നന്ദിന്മാരും പാൽ ചുരത്തുന്നതിൽ ഒട്ടും പിശുക്ക് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരളവ് പാലുമായാണ് MC ഫിലിപ്പ് താൻ അധ്യക്ഷനായിരിക്കുന്ന കോട്ടമുറി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിലേക്ക് ദിനംതോറും യാത്ര തിരിക്കുന്നതും നല്ലൊരു വരുമാനം കൈവരിക്കുന്നതും. കോട്ടമുറി ക്ഷീരോത്പാദക സംഘം എന്ന് പറയുന്നത് അതിന് ഞാൻ പ്രസിഡൻ്റായിട്ട് 19 വർഷത്തോളമായി അത് പ്രവർത്തിക്കുന്നു. അത് നല്ല ലാഭകരമായ രീതിയിൽ നിന്ന് പോകുന്ന ഒരു സംഘമാണ്. അവിടുത്തെ കർഷകർക്ക് ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ പാലിന് ഇന്ന് ഈ മാടപ്പള്ളി ക്ഷീരവികസന വകുപ്പിൻ്റെ കീഴിലുള്ള മാടപ്പള്ളി ബ്ലോക്കിലെ ക്ഷീരസംഘങ്ങളിൽ ഏറ്റവും കൂടുതൽ പാലിന് കൊടുക്കുന്ന ഒരു സംഘം ക്ഷീര കർഷകർക്ക് കൊടുക്കുന്നത് കോട്ടമുറി ക്ഷീരോത്പാദക സംഘമാണ്. അത് ഞങ്ങൾ ഫലപ്രദമായിട്ടുള്ള ലോക്കൽ സെയിലിൽ കൂടിയാണ് അത് ഞങ്ങൾ നടത്തിക്കൊടുക്കുന്നത്. തൊഴുത്തിൽ നിന്നുള്ള ചാണക മിശ്രിതം പോളിത്തീൻ പൈപ്പിലൂടെ ഗോബർ ഗ്യാസ് യൂണിറ്റിലേക്ക് എത്തുന്നു. ഇതിലൂടെയുള്ള വാതക സംവിധാനത്തിലാണ് MC ഫിലിപ്പിന്റെ അടുക്കളയിലെ പാചകം നടക്കുക. ചാണകം ഉണക്കി വിൽക്കുന്നതിലൂടെ മറ്റൊരു വരുമാനവും MC ഫിലിപ്പിന് തരമാകുന്നു. ജമുന പ്യാരി മലബാർ ഇനത്തിലെ സങ്കരവർഗത്തിൽപ്പെട്ട ആടുകളുടെ ഒരു കൂട്ടവും MC ഫിലിപ്പിന്റെ കാർഷിക സങ്കേതത്തിലുണ്ട്. പച്ചയിലകളും കഞ്ഞിയും കാലിത്തീറ്റയും ഒക്കെയുമാണ് ഇവയുടെ പ്രധാന ആഹാരം. ഈ വിഭാഗത്തിന്റെ ചുമതല MC ഫിലിപ്പിന്റെ പത്നി ശാന്തമ്മ തന്നെ. ആടുകൾക്കൊപ്പം മുട്ടക്കോഴികളുടെ ഒരു ചെറു സംഘത്തിന്റെ പരിപാലനവും ഈ മുത്തശ്ശിയുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടത് തന്നെ.
10-12 ആടുണ്ട്. ആടിൻ്റെ യമുനാപ്പാലി, മലബാറി എല്ലാം പല പുതിയ ഇനം ആടുകളുണ്ട്. പിന്നെ മുട്ടക്കോഴികളുണ്ട്. അങ്ങനെ ഇതെല്ലാം ഒരു സന്തോഷത്തിൻ്റെ ഇതിൽ ഇതിൻ്റെ ആദായം ഒന്നും ഓർത്തല്ല, ഇത് സന്തോഷമാണ് ഞങ്ങൾക്ക്. ഞങ്ങളിതിൻ്റെ പുറകെയൊക്കെ നടക്കുന്നതുകൊണ്ട് ടൈം പാസ് ഇഷ്ടം പോലെ, ഒന്നും ബോറടിക്കുന്നില്ല. പിന്നെ ചാണകം, പശുക്കളുടെ ചാണകം ഞങ്ങൾ ഉണക്ക സമയത്ത് ഉണക്കി ചാക്കിലാക്കി കൊടുത്തു. ഒരു ചാക്കിന് 100 രൂപ വിലയ്ക്ക് കൊടുക്കുന്നുണ്ട്. അത് നല്ല ഒരു വരുമാനമാണ്. MC ഫിലിപ്പ് എന്ന ഈ ക്ഷീര കർഷകന് ഇന്ന് 70 വയസ്സിന്റെ പ്രായം. ഈ വിശ്രമ ജീവിതത്തിലും കാർഷിക മേഖലയോടുള്ള ആഭിമുഖ്യം ഇദ്ദേഹം കൈവിടുന്നില്ല. എനിക്ക് കർഷകരോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാർഷിക വൃത്തിയിൽ ലാഭം അധികം നമ്മൾ ഇച്ഛിക്കരുത്. പക്ഷേ കാർഷിക വൃത്തി എപ്പോഴും മനസ്സിന് സന്തോഷം തരുന്നതാണ്. ഈ പശു വളർത്തലൊക്കെ എന്ന് പറഞ്ഞാൽ മനസ്സിന് എനിക്ക് ഒത്തിരി സന്തോഷം തരും. എൻ്റെ കാര്യം പിന്നെ ഞാൻ ഐഡിയലായിട്ട് ഒരിക്കലും റിട്ടയർമെൻറ്റ് ഐഡിയലായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല. എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ പല പ്രസ്ഥാനങ്ങളും ഞങ്ങളിവിടെ ആരംഭിച്ചിട്ടുണ്ട്. പലതും നമ്മളത് നടത്തിക്കൊണ്ട് പോകുന്നു. വിശ്രമജീവിതത്തിൽ ഏകതാബോധം പങ്കിടുന്ന ഒട്ടേറെ പേരുള്ള നമ്മുടെ നാട്ടിൽ സുദൃഢമായ മനസ്സോടെ കാർഷിക വൃത്തിയെ സ്നേഹിക്കുകയും അതിൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്യുന്ന ഈ മുതിർന്ന കർഷക ദമ്പതികൾ നൽകുന്ന ജീവിത സന്ദേശത്തിന് അതിന്റേതായ പ്രാധാന്യമുണ്ട്. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കർഷക ക്ലസ്റ്ററുകൾ രജിസ്റ്റർ ചെയ്യുന്നു. ജലം പരിശോധിക്കുന്നതിൽ പരിശീലനം. വാണിജ്യ പച്ചക്കറി കൃഷിക്ക് ധനസഹായം. വിശദമായ വാർത്തകളിലേക്ക്. കേരള സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ പ്രോഡക്ട്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കേരളത്തിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന പഴം, പച്ചക്കറികളുടെ സംഭരണവും വിപണനവും വിപുലമാക്കുന്നതിന്റെ ഭാഗമായി ഹോർട്ടികോർപ്പിന് പച്ചക്കറി നൽകാൻ സന്നദ്ധരായ സംസ്ഥാന കർഷകരുടെയും കൃഷിവകുപ്പ് അംഗീകൃത കർഷക സംഘങ്ങളുടെയും ക്ലസ്റ്ററുകളുടെയും രജിസ്ട്രേഷൻ നടപ്പിലാക്കാൻ തീരുമാനിച്ചു. കർഷകർക്ക് മിതമായ വില നൽകി വിഷവിമുക്തമായ പച്ചക്കറികൾ ഉപഭോക്താക്കൾക്ക് ന്യായമായ വിലയ്ക്ക് നൽകുന്നതിന് കൃഷിയിടങ്ങളിൽ നിന്ന് നേരിട്ട് ഹോർട്ടികോർപ്പിന്റെ വിൽപ്പനശാലയിൽ എത്തിക്കാനാണ് ഹോർട്ടികോർപ്പിന്റെ ശ്രമം. നിശ്ചിത തുകയിൽ കൂടുതൽ ഹോർട്ടികോർപ്പിന് പഴം, പച്ചക്കറികൾ നൽകുന്ന കർഷകർക്ക് ഒരു നിശ്ചിത ശതമാനം വിറ്റുവരവിന്റെ ലാഭവിഹിതമായി വർഷത്തിലൊരിക്കൽ നൽകും. രജിസ്ട്രേഷൻ നടത്താൻ ഉദ്ദേശിക്കുന്ന കർഷകരും കർഷക കൂട്ടായ്മകളും ഇനി പറയുന്ന വിലാസത്തിൽ അപേക്ഷ സമർപ്പിക്കണം. മാനേജിംഗ് ഡയറക്ടർ, ഹോർട്ടികോർ, ഉദയഗിരി, പൂജപ്പുര, തിരുവനന്തപുരം. ഫോൺ നമ്പർ 0412-359-651. മറ്റൊരു നമ്പർ 9447-754-091.
വെള്ളായണി കാർഷിക കോളേജ് സെയിൽസ് കൌണ്ടറിൽ നിന്നും കോട്ടുകോണം മാവ്, മുട്ടംവരിക്ക പ്ലാവ്, പേര, ജാമ്പ, ലിച്ചി, റംബ്യൂട്ടാൻ തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ, അലങ്കാര സസ്യങ്ങളുടെ തൈകൾ, നാടൻ തെങ്ങിൻ തൈകൾ എന്നിവ ലഭിക്കുന്നതാണ്. കൂടാതെ പച്ചക്കറി തൈകളും വിത്തുകളും വിൽപ്പനയ്ക്കായി എത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. 0471 2 383 572. മലിനീകരണ നിയന്ത്രണം, ജലത്തിന്റെ സൂക്ഷ്മ പരിശോധനാ മാനദണ്ഡങ്ങൾ എന്നിവ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിശീലനം ജൂൺ 9, 10 തീയതികളിൽ കോട്ടയത്തുള്ള റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുന്നതാണ്. പരിശീലന ഫീസ് 2000 രൂപ. പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർക്ക് ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്ന പക്ഷം ഫീസിന്റെ 50% ഇളവ് ലഭിക്കുന്നതാണ്. വാണിജ്യ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കാൻ 15 കർഷകരെങ്കിലും അടങ്ങിയ കർഷക ക്ലസ്റ്ററുകളിലൂടെ പരമാവധി 5 ഹെക്ടർ വരെ കൃഷി നടത്തുന്നതിന് സഹായം നൽകുന്നു. മികച്ച ക്ലസ്റ്റർ ഒന്നിന് 75,000 രൂപ സഹായം നൽകും. 1600 ക്ലസ്റ്ററുകൾക്ക് പമ്പ് സെറ്റ് വാങ്ങാൻ 10,000 രൂപ സഹായം നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടാം. കോട്ടയം കുറുവിലങ്ങാട് പഞ്ചായത്തിൽ മത്സ്യസമൃദ്ധി പദ്ധതിയിൽ മത്സ്യകൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ജൂൺ 13 മുതൽ 15 വരെ തീയതികളിൽ അപേക്ഷ നൽകേണ്ടതാണ്. തെക്കേക്കര ഗ്രാമപഞ്ചായത്തിൽ മത്സ്യകൃഷി ചെയ്യാൻ താൽപര്യമുള്ളവർ ഈ മാസം 10 മുമ്പ് പേര് രജിസ്റ്റർ ചെയ്യണം. തലനാട് പഞ്ചായത്തിലെ കർഷകർ തലനാട് പഞ്ചായത്ത് ഓഫീസിലാണ് അപേക്ഷ നൽകേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാവുന്ന ഫോൺ നമ്പറുകൾ 9207 06018, മറ്റൊരു നമ്പർ 8301 01491. മലപ്പുറം തിരൂരങ്ങാടി നഗരസഭാ പരിധിയിൽ ശുദ്ധജല മത്സ്യകൃഷി ചെയ്യാൻ താൽപര്യമുള്ളവർക്ക് സൗജന്യമായി മീൻ കുഞ്ഞുങ്ങളെ ലഭിക്കുന്നതിന് ജൂൺ 14 മുമ്പ് നഗരസഭാ ഓഫീസിലെത്തി അപേക്ഷ നൽകേണ്ടതാണ്. തൃശൂർ കുന്നംകുളം കൃഷിഭവനിൽ കുരുമുളക് വള്ളികൾ വിതരണത്തിന് എത്തിയിട്ടുണ്ട്. 25 സെന്റെങ്കിലും കൃഷി ചെയ്യാൻ താൽപര്യമുള്ളവർ കൃഷിഭവനുമായി ബന്ധപ്പെടേണ്ടതാണ്. നെല്ലിലെ തണ്ടുതുരപ്പനെ നേരിടുന്നതിന് പറിച്ചു നട്ട് ഒരാഴ്ച കഴിഞ്ഞ് ട്രൈക്കോ കാർഡുകൾ 7 മുതൽ 10 ദിവസത്തെ ഇടവേളകളിൽ 5 മുതൽ 6 തവണ പാടത്ത് വയ്ക്കണം. വിശദവിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. 0487 2 374 605. ക്ഷീരവികസന വകുപ്പിന്റെ 2016-17 വർഷത്തെ തീറ്റപ്പൽ കൃഷി വികസന പദ്ധതി, മിൽക്ക് ഷെഡ് ഡെവലപ്മെന്റ് പദ്ധതി തുടങ്ങിയ വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് മരങ്ങാട്ടുപള്ളിയിലുള്ള ഉഴവൂർ ക്ഷീരവികസന ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊച്ചിയിൽ 7,800 രൂപ, കോഴിക്കോട് 8,600 രൂപ, തൃശൂർ 7,950 രൂപ, കൊപ്ര കൊച്ചി 5,340 രൂപ, കോഴിക്കോട് 5,300 രൂപ, തൃശൂർ 5,400 രൂപ, കുരുമുളക് അൺഗാബിൾഡ് 68,000 രൂപ, ഗാബിൾഡ് 71,000 രൂപ, ചുക്ക് മീഡിയം 16,500 രൂപ, ബെസ്റ്റ് 18,000 രൂപ, മഞ്ഞൾ സേലം 10,400 രൂപ, ഈറോഡ് 10,700 രൂപ, കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 13,000 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 13,500 രൂപ, കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 13,000 രൂപ, RSS 4ാം ഗ്രേഡ് 13,500 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ വെളിച്ചെണ്ണ ക്വിന്റലിന് 7,800 രൂപ, കൊപ്ര 5,340 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,000 രൂപ, റോട്ടറി 2,300 രൂപ, കുരുമുളക് അൺഗാബിൾഡ് 68,000 രൂപ, ഗാബിൾഡ് 71,000 രൂപ, ചുക്ക് മീഡിയം 16,500 രൂപ, ബെസ്റ്റ് 18,000 രൂപ, മഞ്ഞൾ നാടൻ 11,500 രൂപ, അടയ്ക്ക പുതിയത് 18,000 രൂപ മുതൽ 19,000 രൂപ വരെ, ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 170 രൂപ മുതൽ 180 രൂപ വരെ, തൊണ്ടില്ലാത്തത് 350 രൂപ മുതൽ 370 രൂപ വരെ, ജാതിപത്രി 500 രൂപ മുതൽ 1000 രൂപ വരെ, ഗ്രാമ്പു 755 രൂപ, റബ്ബർ RSS 5ാം ഗ്രേഡ് 13,000 രൂപ, RSS 4ാം ഗ്രേഡ് 13,500 രൂപ, ഒട്ടുപാൽ 8,700 രൂപ, ലാറ്റക്സ് 9,500 രൂപ. കമ്പോള അവലോകനം. പ്രതികൂല കാലാവസ്ഥ മൂലം സംസ്ഥാനത്തെ പ്രമുഖ വിപണികളിലേക്ക് കർഷകോൽപ്പന്നങ്ങളുടെ നീക്കം കുറഞ്ഞു. മുഖ്യ വിപണികളിൽ നാളികേരോൽപ്പന്നങ്ങളുടെ വില സ്റ്റഡിയാണ്. കൊപ്രയാട്ട് വ്യവസായികൾ വെളിച്ചെണ്ണ വില ഉയർത്താനുള്ള ശ്രമത്തിലാണ്. മഴ ശക്തമായതിനിടയിൽ ടയർ നിർമ്മാതാക്കൾ റബ്ബർ സംഭരിക്കാൻ ഉത്സാഹിച്ചത് വിലക്കയറ്റത്തിന് വഴിതെളിച്ചു. 4ാം ഗ്രേഡ് ഷീറ്റിന് 300 രൂപ വർദ്ധിച്ച് 13,500 രൂപയായി.
ഉൽപാദക മേഖലകളിൽ നിന്ന് ചരക്ക് നീക്കം കുറവാണ്. വണ്ടൻമേട്ടിൽ നടന്ന ഏലക്ക ലേലത്തിൽ മികച്ച ഇനങ്ങൾ കിലോ 1078 രൂപയിലും ശരാശരി ഇനങ്ങൾ 718 രൂപയിലും കൈമാറി. മൊത്തം 49,280 കിലോ ഏലക്ക ലേലം കൊണ്ടു. സിക്കിമിൽ ഇന്ന് മികച്ച ഇനങ്ങൾ കിലോ 1350 രൂപ വരെ ഉറപ്പുവരുത്താനായി. കുരുമുളക് വിപണിയുടെ ചലനങ്ങൾ നിരീക്ഷിക്കുകയാണ് ഉത്തരേന്ത്യക്കാർ. ഡിമാൻഡ് മങ്ങിയതുമൂലം ഉൽപ്പന്ന വിലയിൽ കാര്യമായ ചാഞ്ചാട്ടമില്ല. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 30.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25. കോഴിക്കോട് 29.6, 25.4. കൊച്ചി 29.8, 24.6. ആലപ്പുഴ 29.1, 24.5. പുനലൂർ 30.2, 23. തിരുവനന്തപുരം 30.2, 25.1 ഡിഗ്രി സെൽഷ്യസ്. ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.